ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന എക്സെൻട്രിൻ്റെ കുറച്ച് നല്ല ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മളെല്ലാവരും ഈ എക്സെൻട്രി യൂസ് ചെയ്യാറ് ആകെ വീഡിയോസും ഫോട്ടോസും ഗെയിംസൊക്കെ ഷെയർ ചെയ്യാൻ മാത്രമാണ്. പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ എക്സെൻട്രിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി മുതൽ എക്സെൻട്രി ഉപയോഗിച്ച് പേടിഎം ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ആദ്യത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി മുതൽ എക്സെൻട്രി യൂസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് ഓഡിയോസ്ക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ MP4 ഫോർമാറ്റിനെ MP3 ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗായ്സ്, അതെങ്ങനെയാണ് ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു MP3 എന്ന് പറഞ്ഞ താഴെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ലോക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏത് വീഡിയോ ആണോ ഓഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു വീഡിയോൻ്റെ സൈഡിലായിട്ട് കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്തിട്ട് ടു MP3 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ നേരെ ഓഡിയോയിലോട്ട് കൺവേർട്ട് ആകുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ ഓഡിയോയിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് കാർട്ടൂൺസും അതുപോലെ ഫിലിംസൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും മുകളിലായിട്ട് വീഡിയോ ഫ്രീ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗായ്സ്, ഇനി അടുത്ത ഫീച്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിലായിട്ട് സോഷ്യൽ എന്ന് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്കിവിടെ സ്റ്റാറ്റസുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാവിധ സോഷ്യൽ മീഡിയകളിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഗായ്സ്, ഇതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. കാരണം നമുക്ക് വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗായ്സ്, ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പേടിഎം ക്യാഷ് ഈ ഒരു എക്സെൻട്രി യൂസ് ചെയ്ത് ഉണ്ടാക്കാമെന്നാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മൂവി സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫിലിംസ് കാണാൻ സാധിക്കും. അതുപോലെ ചെറിയ ചെറിയ വീഡിയോസ്, ഹോളിവുഡ്, മ്യൂസിക്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോയിൻസ് ലഭിക്കും. ആ ഒരു കോയിൻസ് റിഡീം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേടിഎമ്മിലേക്കുള്ള ക്യാഷ് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ഇത് കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യിക്കാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാലൻ്റ് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകൾ ഉണ്ടാവും. അതുപോലെ മന്ത്ലി ടാസ്കുകൾ, ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ഒരുപാട് പേടിഎം ക്യാഷ് ഉണ്ടാക്കാം. പിന്നെ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് പേടിഎം ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം എക്സെൻട്രി എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് കൂട്ടുകാരുടെ കയ്യിലുണ്ടാകും. അതുകൊണ്ട് റെഫർ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കൽ നടക്കില്ല. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സെൻട്രിയിൽ നിങ്ങൾക്ക് അറിയാത്ത 4 ഫീച്ചേഴ്സാണ് പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, മറ്റൊരു അടിപൊളി വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ. Tell me pretty lies, look me in the face, tell me that you love me.